ബാലകൗമാര കലകളുടെ കേളികൊട്ടുമായി കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണർന്നു. 4 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയുടെ ആദ്യ ദിനത്തിൽ സ്റ്റേജിതര മത്സരങ്ങളാണ് പ്രധാനമായും നടന്നത്. 12 വേദികളിലായി 260 ഇനങ്ങളിലായി 6000-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലാമേളയുടെ പ്രഥമ ദിനത്തിൽ നടന്നത് രചനാ മത്സരങ്ങളും ചൊല്ലൽ ഇനങ്ങളും പ്രസംഗവുമായിരുന്നു. ചിത്രരചന, പെൻസിൽ ഡ്രോയിംഗ്, ജലച്ചായം, കോളാഷ്, കാർട്ടൂൺ, വിവിധ ഭാഷകളിലെ പദ്യം ചൊല്ലൽ, ലളിതഗാനം, ഉപന്യാസ, കഥാ, കവിതാ രചനകൾ, വിവിധ ഭാഷകളിലെ പ്രസംഗം എന്നിവയാണ് അരങ്ങ് തകർത്തത്. കയ്യെഴുത്ത്, തർജ്ജമങ്ങൾ, പദകേളി, പദനിർമ്മാണം, പോസ്റ്റർ നിർമ്മാണം, പ്രശ്നോത്തരി എന്നീ ഇനങ്ങളിലും മത്സരങ്ങൾ നടന്നു. കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി ഒരുക്കിയിരിക്കുന്നത്. ഗേൾസ് സ്കൂളിന് പുറമെ ഗവൺമെന്റ് LP സ്കൂൾ, ടൗൺ ഹാൾ, CMS, PG സ്കൂൾ, സ്നേഹാലയം, ഡെഫ് സ്കൂൾ എന്നിവിടങ്ങളിലും വേദികളുണ്ട്. ടൗൺ ഹാളിലാണ് ഭോജനശാല ഒരുക്കിയിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 8:30-ന് പ്രധാന വേദിയായ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന സമ്മേളനം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയാകും. വ്യാഴാഴ്ച ടൗൺ ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മാനുവൽ പ്രകാരമാണ് വിധികർത്താക്കളെ നിർണ്ണയിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തർക്കങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ കുറ്റമറ്റ സംവിധാനങ്ങൾ ഒരുക്കിയതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ VB ശ്യാം, MM നദീറ, നിൽടോം, PT കിറ്റോ, പബ്ലിസിറ്റി കൺവീനർ ജിസൺ J. കാക്കശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ സംഘാടക സമിതിയാണ് കലാമേളയുടെ വിജയകരമായ നടത്തിപ്പിന് നേതൃത്വം നൽകുന്നത്. CCTV ന്യൂസ്, കുന്നംകുളം. കുന്നംകുളം ഉപജില്ലാ കലോത്സവം നഗരസഭ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം ഭക്ഷണശാലയിൽ പരിശോധന നടത്തി. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ 3000 പേർക്കുള്ള ഉച്ചഭക്ഷണമാണ് പ്രതിദിനം തയ്യാറാക്കുന്നത്. കുന്നംകുളം നഗരസഭയുടെ ടൗൺ ഹാളിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതിനും കഴിക്കുന്നതിനുമുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കലോത്സവ വേദികളിലും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തും വിവിധങ്ങളായ മാലിന്യ സംസ്കരണ ബിന്നുകൾ സ്ഥാപിക്കുകയും ശുചീകരണത്തിനായി നഗരസഭ ശുചീകരണ വിഭാഗം തൊഴിലാളികളെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കുന്നംകുളം നഗരസഭ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ ആഡ്ലി P. ജോൺ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MS ഷീബ, S. രശ്മി, PP. വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. ഭക്ഷണ കമ്മിറ്റി കൺവീനർ പ്രജീഷ് തമ്പി, ഗോപാലകൃഷ്ണൻ, ടോം മാർട്ടിൻ, ലാൽ ബാബു ഫ്രാൻസിസ് എന്നിവർ സംബന്ധിച്ചു. കലോത്സവ ഭക്ഷണ വിതരണത്തിൽ 100% ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുള്ള നടപടികളിൽ കലോത്സവ ഭക്ഷണ കമ്മിറ്റി ഭാരവാഹികളെ നഗരസഭ അഭിനന്ദനം അറിയിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം.